ആ താലിബാൻ വിസ്മയായിട്ട് പറയുന്ന ആൾക്കാരാണ് ആര്? നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിക്കാരും അവരുടെ മാധ്യമ ശൃംഖലകളും. അതിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലക്ക് പ്രമോദ് രാമൻ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ഐഡിയോളജിയിൽ നിന്ന് ചെഗുവരയെ പോലെ ലോകമാകെയുള്ള വിമോചനവും സ്വാതന്ത്ര്യവും ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ അവരുടെ ഒരു വിമോചനാത്മകമായ ചിന്തകളുടെയും ആശയങ്ങളുടെയും ഒക്കെ തന്നെ ഒരു ഐക്യണായി കൊണ്ടു നടക്കുന്ന ചെഗുവരയെപ്പോലുള്ള ഒരു നീതിമാനെ, ഒരു മഹാത്മാവിനെ ഇങ്ങനെ നിരുത്തരപരമായി അപമാനിച്ചത് തീർച്ചയായിട്ടും ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഇന്നലെ അജിംസും പ്രമോദ് രാമനും ഔട്ട് ഓഫ് ഫോക്കസിൽ നടത്തിയ ചർച്ച ഒന്ന് പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. ഈ ലാറ്റിൻ അമേരിക്കൻ ജനത ലാറ്റിൻസാണ്. ഒരുപക്ഷെ ജമാഅത്തെ ഇസ്ലാമിയുടെ അഭിപ്രായം അത് തന്നെയായിരിക്കും. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ ആചാര്യനായ മൗദൂദി മഹാനായ മാർസിനെ വിശേഷിപ്പിച്ചത് ഒരു ജർമ്മൻ യഹൂദി എന്നാണ്. അത്രയധികം വംശീയ വിരോധത്തോടുകൂടിയാണ് മിസ്റ്റർ മൗദൂദി മാർസിനെ കണ്ടത്. ലോകമാകെ ആദരിക്കുന്ന, ലോകമെമ്പാടുമുള്ള വ്യത്യസ്ത വംശങ്ങളിലും വ്യത്യസ്ത മതങ്ങളിലും വിശ്വാസധാരകളിലും പെട്ട ജനസമൂഹങ്ങളുടെ വിമോചനത്തെ സംബന്ധിച്ച് ചിന്തിക്കുകയും അതിന് തടസ്സം നിൽക്കുന്ന പ്രത്യയശാസ്ത്രപരവും ഭൗതികവുമായ വിഷയങ്ങളെക്കുറിച്ച് തൻ്റെ ജീവിതകാലം മുഴുവൻ ചിന്തിക്കുകയും എഴുതുകയും ലോകത്തെ പഠിപ്പിക്കുകയും ചെയ്ത ഒരു മഹാത്മാവിനോട്, മാർസിനെപ്പോലുള്ളൊരു മഹാത്മാവിനോട് വിമർശനമാകാം. പക്ഷെ അദ്ദേഹത്തെ എന്താണ്, ഒരു ജർമ്മൻ യഹൂദിയായിട്ടാണ് മിസ്റ്റർ മൗദൂദി കണ്ടത്. അപ്പോൾ മൗദൂദിയുടെ ഒരു ആശയധാരയെ പിൻപറ്റുന്ന ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഇന്ത്യയിലെ, കേരളത്തിലെ സംഘടനകൾ തീർച്ചയായിട്ടും ചെഗുവരയെ RSSകാരെ പോലെ തന്നെ വലിയ രീതിയിൽ ഡ്രഗ് അഡിക്റ്റോ മോശക്കാരനോ ഒക്കെ ആയിട്ട് ചിത്രീകരിക്കും. അപ്പം മൗദൂദിയുടെ ഒരു വാദം, ഒരു നിലപാട് ഏറ്റെടുത്തുകൊണ്ടാവാം പ്രമോദ് രാമൻ ഇന്നലെ ഔട്ട് ഫോക്കസിൽ തീർത്തും വ്യത്യസ്തമായൊരു വിഷയം ചർച്ച ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസമാണ് മീഡിയ വൺ ഔട്ട് ഓഫ് ഫോക്കസിൽ അതിൻ്റെ എഡിറ്ററായ പ്രമോദ് രാമൻ വിപ്ലവകാരി ചെഗുവേരയെ വെറുമൊരു ഡ്രഗ് അഡിക്റ്റ് എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചത്. കാലങ്ങളായിട്ടുള്ള മീഡിയ വണ്ണിൻ്റെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയായി നമുക്കതിനെ കാണാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും പ്രമോദ് രാമനെ പോലുള്ള കേരളത്തിലെ ഒരു സീനിയറായ ഒരു മാധ്യമ പ്രവർത്തകന് ചെഗുവര ഒരു ഡ്രഗ് അഡിക്റ്റാണ് എന്ന അഭിപ്രായം ഉണ്ടാകേണ്ട യാതൊരു ആവശ്യവുമില്ല. സഖാവ് ചെഗുവര ബൊളീവിയയിൽ കൊല്ലപ്പെട്ടതിന് ശേഷം ലോകമാസകലം ആ രക്തസാക്ഷിത്വം വലിയ രീതിയിൽ ഏറ്റെടുക്കപ്പെട്ടിട്ടുണ്ട്. ചെഗുവരയിലെ തീച്ചൂളകളുടെ മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ച പോരാട്ടത്തെക്കുറിച്ച് 70കളിലെ യൗവനങ്ങൾ വളരെ ആവേശത്തോടു കൂടി ചർച്ച ചെയ്യുകയും ചെഗുവരയെ അവർ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയും ലോകമെമ്പാടുമുള്ള വിമോചന പ്രസ്ഥാനങ്ങൾ, കമ്മ്യൂണിസ്റ്റ് വിപ്ലവ പ്രസ്ഥാനങ്ങൾ ചെഗുവരയെ ഒരു ഐക്കണായി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സന്ദർഭത്തിലാണ് CIA തങ്ങൾ അജ്ഞാത കേന്ദ്രത്തിൽ ബൊളീവിയൻ മലകളിൽ കൊന്നു കുഴിച്ചു മൂടിയിട്ടും ആ ശവക്കുഴിയിൽ ചെന്ന് ലോകം ചെഗുവരയെ കണ്ടെത്തുകയാണ്, ചെഗുവരയെ ഹൃദയത്തിലേറ്റുകയാണ് എന്ന ഭയജനകമായ തിരിച്ചറിവിൽ നിന്നാണ് CIA ചെഗുവരയ്ക്കെതിരായിട്ട് അനവധിയായ അപവാദ കഥകൾ, നിരവധി സ്റ്റോറികൾ ഉണ്ടാക്കി പ്രചരിപ്പിച്ചത്. അത്തരം ഫേക്ക് സ്റ്റോറികൾ ഇവിടെ RSSകാർ സ്ഥിരമായിട്ടെന്താണ്, ചെഗുവരയെ കാമവെറിയനാണ്, സ്ത്രീലമ്പടനാണ്, അയാൾ ബൊളീവിയൻ കാടുകളിൽ കഞ്ചാവടിച്ച് നടക്കുന്ന ആളുകളാണ്, ഈ രീതിയിൽ ചെഗുവരയെക്കുറിച്ച് വളരെ അപകീർത്തികരമായ പ്രചരണം വലതുപക്ഷ തീവ്ര സംഘങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഒരുപക്ഷെ ജമാഅത്തെ ഇസ്ലാമിയുടെ അഭിപ്രായം അതുതന്നെയായിരിക്കും. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ ആചാര്യനായ മൗദൂദി മഹാനായ മാർസിനെ വിശേഷിപ്പിച്ചത് ഒരു ജർമ്മൻ യഹൂദി എന്നാണ്. അത്രയധികം വംശീയ വിരോധത്തോടുകൂടിയാണ് മിസ്റ്റർ മൗദൂദി മാർസിനെ കണ്ടത്. ലോകമാകെ ആദരിക്കുന്ന, ലോകമെമ്പാടുമുള്ള വ്യത്യസ്ത വംശങ്ങളിലും വ്യത്യസ്ത മതങ്ങളിലും വിശ്വാസധാരകളിലും പെട്ട ജനസമൂഹങ്ങളുടെ വിമോചനത്തെ സംബന്ധിച്ച് ചിന്തിക്കുകയും അതിന് തടസ്സം നിൽക്കുന്ന പ്രത്യയശാസ്ത്രപരവും ഭൗതികവുമായ വിഷയങ്ങളെക്കുറിച്ച് തൻ്റെ ജീവിതകാലം മുഴുവൻ ചിന്തിക്കുകയും എഴുതുകയും ലോകത്തെ പഠിപ്പിക്കുകയും ചെയ്ത ഒരു മഹാത്മാവിനോട്, മാർസിനെപ്പോലുള്ളൊരു മഹാത്മാവിനോട് വിമർശനമാകാം. പക്ഷെ അദ്ദേഹത്തെ എന്താണ്, ഒരു ജർമ്മൻ യഹൂദിയായിട്ടാണ് മിസ്റ്റർ മൗദൂദി കണ്ടത്. അപ്പോൾ മൗദൂദിയുടെ ഒരു ആശയധാരയെ പിൻപറ്റുന്ന ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഇന്ത്യയിലെ, കേരളത്തിലെ സംഘടനകൾ തീർച്ചയായിട്ടും
ചെഗുവരെ RSSകാരെ പോലെ തന്നെ വലിയ രീതിയിൽ ഡ്രഗ് അഡിക്റ്റോ മോശക്കാരനോ ഒക്കെ ആയിട്ട് ചിത്രീകരിക്കും. അപ്പം മൗദൂദിയുടെ ഒരു വാദം, ഒരു നിലപാട് ഏറ്റെടുത്തുകൊണ്ടാവാം പ്രമോദ് രാമൻ ഇന്നലെ ഔട്ട് ഫോക്കസിൽ തീർത്തും വ്യത്യസ്തമായൊരു വിഷയം ചർച്ച ചെയ്യുകയാണ്. മെക്സിക്കോവിലെ ഈ ഡ്രഗ് കാർട്ടലുകളുടെ ഒരു മേധാവിയെ അറസ്റ്റ് ചെയ്തു, എൽ മച്ചോഡയെ അറസ്റ്റ് ചെയ്തു. അതിനെ തുടർന്ന് അവിടെ ഉണ്ടായ സംഘട്ടനങ്ങൾ, വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ, അതിൻ്റെ ഒരു സാമൂഹ്യവും രാഷ്ട്രീയമൊക്കെ ആയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു പശ്ചാത്തലത്തെക്കുറിച്ച് ഔട്ട് ഓഫ് ഫോക്കസിൽ അജീംസും പ്രമോദരാമനും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അങ്ങേയറ്റം നിരുത്തരവാദപരമായിട്ട് ചെഗുവരയെ, അയാളൊരു ഡ്രഗ് അഡിക്റ്റാണ്, അതൊക്കെ ലാറ്റിൻ അമേരിക്കയിലെ സാധാരണ സംഭവമാണ്, അവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡ്രഗൊക്കെ ചേർന്നതാണ്. അവിടുത്തെ എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകൾ, പ്രത്യേകിച്ച് ലെഫ്റ്റ് എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകളും ഈ കൊക്കൈൻ വിനിമയവും അതിൻ്റെ വിൽപ്പനയൊക്കെയായി ബന്ധപ്പെട്ട ശൃംഖലകളിൽ ഈ ബന്ധമുണ്ട്, ചില ഗ്രൂപ്പുകളുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ നേരത്തെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ചെഗുവരയെ എന്താണ് ആരും, ഉത്തരവാദിത്തമുള്ള ആരും എന്താണ് അദ്ദേഹം ഒരു ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ ഇന്നലെ അജീംസും പ്രമോദ് രാമനും ഔട്ട് ഓഫ് ഫോക്കസിൽ നടത്തിയ ചർച്ച ഒന്ന് പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. ഈ ലാറ്റിൻ അമേരിക്കൻ ജനത, ലാറ്റിൻസാണത്. ആ ലാറ്റിൻസിൻ്റെ ഒരു സ്വാഭാവികമായ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ് മയക്കുമരുന്ന് എന്നൊക്കെ പറയുകയാണ്. അവിടെ കൊക്കൈൻ പോലുള്ള മയക്കുമരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുകയും അത് സംസ്കരിക്കുകയും അത് ലോകത്താകെ കയറ്റുമതിയൊക്കെ ചെയ്യുന്ന നിരവധി ഈ മയക്കുമരുന്നിൻ്റെ ഉൽപ്പാദന വിപണന ശൃംഖലകൾ, ലോകത്തിലെ ഏറ്റവും അണ്ടർവേൾഡായിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥ തന്നെ നിലനിൽക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അത്തൊരവസ്ഥയിലേക്ക് ലാറ്റിൻ അമേരിക്കൻ ജനതയെ എത്തിച്ചതാരാണ്? കൊളോണിയൽ ശക്തികളാണ്. അത് മാർസിൻ്റെ മൂലധനമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ ലാറ്റിൻ ഉൾപ്പെടെയുള്ള ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും അമേരിക്കയിലെയും ഒക്കെ ഇൻഡിജിനസായ ജനങ്ങൾക്ക് അവകാശപ്പെട്ട വിഭവങ്ങളും സമ്പത്തും ഒക്കെ കൊളോണിയലിസത്തിൻ്റെ, ഇന്നത്തെ ആധുനിക മുതലാളിത്തത്തിൻ്റെ രൂപീകരണ ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ആദിമ മൂലധന സഞ്ചയനത്തിൻ്റെ കാലഘട്ടത്തിൽ കംപ്ലീറ്റ് കൊള്ളയടിച്ചുകൊണ്ട് പോകും. മാർക്സ് മൂലധനം പറയുന്നത് എന്താണ്? ഈ രാജ്യങ്ങളുടെ സമ്പത്തിൻ്റെയും വിഭവങ്ങളുടെയും ശിരകളെയാകെ ഊറ്റിയെടുത്തിട്ടാണ് ഇന്നത്തെ മുതലാളിത്തം വളർത്തുന്നത്. അപ്പോൾ കൊളോണിയലിസവും മുതലാളിത്തവും ആണ് ആ ജനതയെ ഉപജീവനത്തിന് വേണ്ടിയിട്ട് ഇത്തരം മയക്കുമരുന്ന് കാർട്ടലുകളുടെ വിൽപ്പനക്കാരും ഉൽപ്പാദകരും ഒക്കെ മാറ്റി കൃഷി ചെയ്യുന്നതിലൊക്കെ എത്തിച്ചത്. പക്ഷേ അജീംസും പ്രമോദ് രാമനും ഇന്നലെ നടത്തിയ ചർച്ചയിൽ അവർ പ്രധാനമായിട്ടും അത് ലാറ്റിൻ അമേരിക്കയുടെ സ്വാഭാവികമായ ഒരു ബിസിനസ് പ്രതിഭാസമായിട്ട് ഈ കൊക്കൈൻ ബിസിനസ്സിനെ, ഈ മയക്കുമരുത്ത് ഇതിനെയാണ്. ഈ മേഖലയിൽ പിൽക്കാലത്ത് അമേരിക്ക ലോകത്തിൻ്റെ ആധിപത്യത്തിലേക്ക് വരുന്നത് വഴി എന്താ സംഭവിച്ചത്? ലാറ്റിൻ അമേരിക്കയിലെ എല്ലാ അധോലോക ബിസിനസ്സുകൾക്ക് പിറകിലും അമേരിക്കയുണ്ട്. പുറത്തവരെന്താണ്? വാർ അഗെയിൻസ്റ്റ് ഡ്രഗ് പോലുള്ള FBI-യുടെ, ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ്റെയൊക്കെ, അവിടുത്തെ ഈ മയക്കുമരുന്ന് വിരുദ്ധ ഇന്ത്യൻസ് വിഭാഗത്തിൻ്റെയൊക്കെ വലിയ പ്രഖ്യാപനങ്ങൾ പറയും, ലോകത്തോട് പറയും ഞങ്ങൾ മയക്കുമരുന്നിനായിട്ടുള്ള യുദ്ധമാണ്. ഇപ്പോൾ ട്രംപ് മയക്കുമരുന്നിനായിട്ടുള്ള യുദ്ധത്തിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വാർ അഗെയിൻസ്റ്റ് ഡ്രഗ്. യഥാർത്ഥത്തിൽ ലാറ്റിൻ അമേരിക്കയിലെ ഈ മയക്കുമരുന്ന് ബിസിനസ് ലോബിക്ക് പിറകിൽ CIA ആണ്. 1950കളിലോ 60കളിലോ 70കളിലോ ലാറ്റിൻ അമേരിക്കയിൽ വർദ്ധിതമായ വീര്യത്തോടുകൂടി ഉയർന്നു വന്ന സാമ്രാജ്യത്വ വിരുദ്ധ മൂവ്മെൻറ്റുകൾ, അത് പ്രധാനമായിട്ടും അമേരിക്കൻ അഗ്രി ബിസിനസ്, യുണൈറ്റഡ് ഫുഡ്സ് പോലുള്ള കമ്പനികൾക്കെതിരായിട്ടായിരുന്നു. ഗാട്ടിമലയിൽ സഖാവ് ചെഗുവരെ സമരം നയിച്ചത് ഈ യുണൈറ്റഡ് ഫുഡ്സ് കമ്പനിക്ക് എതിരായിട്ടാണ്. അദ്ദേഹം ബൊളീവിയയിലേക്ക് പോയത് യുണൈറ്റഡ് ഫുഡ്സ് കമ്പനിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന അവിടുത്തെ പട്ടാള സ്വേച്ഛാധിപത്യത്തിനെതിരായിട്ട് പോരാടാനാണ്. അപ്പോൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഏതെടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമ്മൾ അവിടുത്തെ മണ്ണും വിഭവങ്ങളും ഒക്കെ തന്നെ കൈയടക്കുകയും തങ്ങളുടെ ഈ ബനാന റിപ്പബ്ലിക് ആക്കുക എന്ന് പറയുന്നത് തങ്ങളുടെ അഗ്രി ബിസിനസ് കമ്പനികളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള കൃഷിയുടെ തന്നെ സവിശേഷീകരണത്തിന്, ഈ മെക്സിക്കോ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോളം കൃഷി ചെയ്യുന്ന രാജ്യമാണ്. അപ്പോൾ ആ ചോളം കാർഷിക മേഖലയിലേക്ക് ഈ ടെർമിനേറ്റഡ് വിത്തുകൾ, ജീനുകൾ ഉള്ള വിത്തുകൾ കൊണ്ടുപോവുകയും പരമ്പരാഗതമായ വിത്തിനങ്ങളെ നശിപ്പിക്കുകയും ചെയ്തിട്ട് അവിടുത്തെ പരമ്പരാഗതമായ കാർഷിക ഉൽപ്പാദന വ്യവസ്ഥ അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനികളുടെ, അവിടുത്തെ വലിയ രീതിയിലുള്ള വിത്ത് കമ്പനികളുടെയും ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനികളുടെയും ഈ കീടനാശിനികളും വളമൊക്കെ ഉണ്ടാക്കുന്ന കമ്പനികളുടെയൊക്കെ താല്പര്യങ്ങൾക്കനുസൃതമായ രീതിയിൽ മാറ്റുകയാണ് ചെയ്തത്.
അങ്ങനെ ജീവിതത്തിൻ്റെ നൈസർഗികമായ അവലംബങ്ങൾ, ആശ്രയങ്ങൾ നഷ്ടപ്പെട്ടു പോയ ജനങ്ങൾ ജീവിക്കാൻ വേണ്ടി വളരെ അരക്ഷിതരമായി തീരുന്ന ഒരു സാഹചര്യത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ മയക്കുമരുന്ന് ലോബികളുടെ വിൽപ്പനക്കാരായി വരുന്നത്. ഈ ചർച്ച ചെയ്യപ്പെടുന്ന എൽ മെച്ചാഡോ എന്നൊക്കെ പറയുന്ന പോലുള്ള ഇത്തരത്തിലുള്ള പ്രാദേശിക കാർട്ടലുകളുടെ, ഈ ഡ്രഗ് കാർട്ടലുകളുടെയൊക്കെ മേധാവികളൊക്കെ ഉയർന്നു വരുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ്. അതായത് മയക്കുമരുന്ന് വ്യാപനത്തിൻ്റെ സാമൂഹികവും സാമ്പത്തികവുമായ അടിത്തറയെ കാണണം, അതിന് പിറകിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ താല്പര്യങ്ങളെ കാണണം. 70-80 കാലത്താണ് ഈ നിക്കാരാഗോയിലെ സാൻഡിനിസ്റ്റ് വിമോചന വിപ്ലവം. അവിടെ ഗവൺമെൻറ് ഉണ്ടായി നിക്കാരാഗോയിൽ. ആ ഗവൺമെൻറ് അട്ടിമറിക്കാൻ വേണ്ടി എൽ സാൽവഡോർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഒരു പ്രതിവിപ്ലവ സേനയെ, തീവ്ര വലതുപക്ഷ സേന, അതാണ് കോൺട്രാസ്. ആ കോൺട്രാസിനെ ഇവർ രൂപപ്പെടുത്തി അവിടെ യുദ്ധം ചെയ്യിച്ചു. ഈ മുജാഹിദീൻ മിലിറ്ററിയെ അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം ചെയ്യിക്കാൻ പറഞ്ഞതുപോലെ അവിടെ യുദ്ധം ചെയ്യിച്ചു. പക്ഷേ ഇവർ ജനങ്ങളെയൊക്കെ പോയി, ജനവാസ കേന്ദ്രങ്ങളൊക്കെ പോയി യുദ്ധം ചെയ്തപ്പോൾ വലിയ പ്രതിഷേധം സാർവദേശീയ തലത്തിൽ ഉയർന്നു വന്നു. അങ്ങനെ വന്നപ്പോൾ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ കോൺട്രാകൾക്ക് നൽകിയിരുന്ന ഔദ്യോഗിക ധനസഹായം നിർത്തി. ആ ധനസഹായം നിർത്തിയപ്പോഴാണ് CIA എന്ത് ചെയ്തത്, ഈ കോൺട്രാകളെ നിലനിർത്താനും അതിനെ സംരക്ഷിക്കാനും നിക്കാരാഗോയിലെ കമ്മ്യൂണിസ്റ്റായ സാൻഡിനിസ്റ്റ് സർക്കാരിനെ അട്ടിമറിക്കാനും വേണ്ടിയിട്ട് എന്ത് ചെയ്തത്, ഈ മയക്കുമരുന്ന് കച്ചവടം തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് അമേരിക്കൻ സമൂഹങ്ങൾ, പ്രത്യേകിച്ച് ലോസ് ആഞ്ചലസ് പോലുള്ള കറുത്തവർ ഭൂരിപക്ഷമായിരിക്കുന്ന പ്രദേശങ്ങളൊക്കെ ഒരു ക്രാക്ക്, ഒരു ബിസ്ക്കറ്റ് രൂപത്തിലുള്ള ഒരു പ്രത്യേക കൊക്കൈൻ വലിയ രീതിയിൽ വ്യാപിച്ചു. വലിയ രീതിയിലുള്ള ലഹരിയും അതിൻ്റെ കുറ്റകൃത്യങ്ങളിലേക്കും ആ സമൂഹം പോയി. ഈ കാര്യങ്ങളെക്കുറിച്ച് 1980-കളിൽ അമേരിക്കയിലെ ഒരു മാധ്യമപ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ പേര് ഗാരി വെബ്ബാണ്, അദ്ദേഹം നടത്തിയിട്ടുള്ള പഠനം നമ്മുടെ മുമ്പിലുണ്ട്. മിസ്റ്റർ പ്രമോദ് രാമനെ പോലുള്ള ആളുകളുടെ ശ്രദ്ധയിൽ ആ പുസ്തകം പെടാതിരിക്കില്ലെന്നാണ്. ബ്ലാക്ക് അലയൻസ് എന്ന പേരിൽ അദ്ദേഹം ആ കാലത്ത് നടത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പഠനം. ബ്ലാക്ക് അലയൻസ് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പത്രത്തിൽ അദ്ദേഹം തുടർച്ചയായി ഈ അമേരിക്കയിൽ പടരുന്ന, വ്യാപിക്കുന്ന ഡ്രഗിൻ്റെ, മയക്കുമരുന്നിൻ്റെ സ്വാധീനത്തിന് പിറകിൽ CIA ഇടപെടലുകളാണ്, ഈ വിധ്വംസ തീവ്രവാദ ഗ്രൂപ്പുകളെ വളർത്താൻ വേണ്ടി CIA പണം കണ്ടെത്തുകയാണെന്ന് ഗാരി വെബ് ഈ ലേഖനത്തിലൂടെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ പത്രം തന്നെ നിരോധനം നേരിട്ടു, അടച്ചുപൂട്ടിച്ചു അമേരിക്കൻ ഗവൺമെൻറ്. എന്തിന്, ദൂരത്തൊന്നും പോകണ്ട, ഈ അഫ്ഗാനിസ്ഥാനിലെ മുജാഹിദീൻ മിലിറ്റൻറ്റുകളെ ഉണ്ടാക്കിയ അവിടെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ, ഡോക്ടർ നജീബുള്ളയുടെ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിൽ അമേരിക്ക സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് 60,000 കോടിയാണ് അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ, 60,000 കോടി ഡോളറാണ് അവർ മുടക്കിയത്. പക്ഷേ ആ പണം ഉണ്ടാക്കാൻ അവരെന്താ ചെയ്തത്, ഈ മുജാഹിദീൻ മിലിറ്ററിക്ക് ആവശ്യമായ ആയുധങ്ങൾ നൽകുമ്പോൾ ആ ആയുധങ്ങൾ ഇറക്കിപ്പോകുന്ന കപ്പലുകളിൽ എന്താണ്, അഫ്ഗാൻ മലനിരകളിൽ, ഹിന്ദുക്കുഷ് ഉൾപ്പെടെയുള്ള വലിയ മലനിരകൾ, ആ മലനിരകളിൽ എന്താണ് വലിയ രീതിയിലുള്ള കറുപ്പ് കൃഷി ഉണ്ടായിരുന്നു. ഈ കറുപ്പ് കയറ്റി പോയിക്കൊണ്ടിരുന്നു. ഈ കാര്യങ്ങൾ ഇന്നെന്താണ്, രേഖാപരമാണ്. അമേരിക്കൻ സെനറ്റ് കമ്മിറ്റിക്ക് മുമ്പിൽ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഇനി പഴയതുപോലെ CIAക്ക് പണം ബജറ്ററി അലോട്ട്മെൻറ്റായിട്ട് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു പരിശോധനയ്ക്ക് വേണ്ടി ഒരു സെനറ്റ് കമ്മിറ്റി രൂപം കൊണ്ടപ്പോൾ ഈ ഒസാമ ബിൻ ലാദനെയൊക്കെ റിക്രൂട്ട് ചെയ്ത് മുജാഹിദീൻ മിലിറ്റൻറ്റുകളെ ഈ പാകിസ്ഥാനിലെ മതപാഠശാലകളിൽ പരിശീലിപ്പിച്ചെടുക്കുന്നതിന് നേതൃത്വം കൊടുത്ത ആ കാലത്ത് CIA മേധാവി വില്യം കാസി ഈ സെനറ്റ് കമ്മിറ്റിക്ക് നൽകിയിരിക്കുന്ന മൊഴിയിൽ ഞങ്ങൾ എങ്ങനെയാണ് പണം ഉണ്ടാക്കിയത് എന്ന് പറയുന്നുണ്ട്. അതിൽ ഈ കള്ളക്കടത്ത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഇക്കണോമിക് റിവ്യൂവിൻ്റെ മധ്യേഷ്യൻ ലേഖനായ അഹമ്മദ് റാഷിദാണ് താലിബാനെക്കുറിച്ചുള്ള ഏറ്റവും ആധികാരികമായ പുസ്തകം എഴുതിയിട്ടുള്ള ആൾ. അദ്ദേഹം ആ പുസ്തകത്തിൽ പറയുന്നത് യഥാർത്ഥത്തിൽ ഈ അഫ്ഗാനിസ്ഥാനിലെ യുദ്ധം എന്ന് പറയുന്ന അമേരിക്ക നടത്തിയ യുദ്ധം, മുജാഹിദീൻ മിലിറ്റൻറ്റുകൾ ഉപയോഗിച്ച് നടത്തിയ യുദ്ധം, ഇസ്ലാമിനെ ഒരു പ്രത്യയശാസ്ത്ര പദ്ധതിയാക്കി അവതരിപ്പിച്ചുകൊണ്ട് അവർ നടത്തിയ യുദ്ധം, ആ യുദ്ധം യഥാർത്ഥത്തിൽ എണ്ണക്കും, കാസ്പിയൻ തീരത്തെ എണ്ണക്കും മയക്കുമരുന്നിനും വേണ്ടിയുള്ള യുദ്ധമായിരുന്നു. എണ്ണയ്ക്ക് വേണ്ടി മാത്രമല്ല, മയക്കുമരുന്നിന് വേണ്ടി മാത്രമല്ല. ആ താലിബാൻ വിസ്മയായിട്ട് പറയുന്ന ആൾക്കാരാണ് ആര്, നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിക്കാരും അവരുടെ മാധ്യമ ശൃംഖലകളും. അതിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലക്ക് പ്രമോദ് രാമൻ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ഐഡിയോളജിയിൽ നിന്ന് ചെഗുവരയെപ്പോലെ ലോകമാകെയുള്ള വിമോചനവും സ്വാതന്ത്ര്യമൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ അവരുടെ ഒരു വിമോചനാത്മകമായ ചിന്തകളുടെയും ആശയങ്ങളുടെയും ഒക്കെ തന്നെ ഒരു ഐക്കണായി കൊണ്ടു നടക്കുന്ന ചെഗുവരയെപ്പോലുള്ള ഒരു നീതിമാനെ, ഒരു മഹാത്മാവിനെ ഇങ്ങനെ നിരുത്തരപരമായി അപമാനിച്ചത് തീർച്ചയായിട്ടും ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല.
പ്രമോദരാമനെ പോലുള്ള ആളുകൾ അത് തിരുത്തി പറയേണ്ട കാര്യമാണ് തീർച്ചയായിട്ടും. ചെഗുവേര അയാൾ സാധാരണഗതിയിൽ എന്താണ് ഈ കരീബിയൻ ലാറ്റിൻ അമേരിക്കൻ മേഖലകളിലുള്ള ആളുകളൊക്കെ തന്നെ അവർ സിഗാർ ചുരുട്ട് വലിക്കും. അദ്ദേഹം വലിക്കുന്നത് എന്താണ്, അദ്ദേഹം വലിയ ചുരുട്ടുണ്ടല്ലോ, ചുരുട്ട് കടിച്ചുകൊണ്ടുള്ള അത് പരസ്യപ്പെട്ട സാധനമാണ്. ചുരുട്ട് വലിക്കുന്നത് ക്യൂബൻ സിഗാറാണ്. അത് ലോകത്തെല്ലായിടത്തും വിറ്റഴിക്കുന്ന അന്താരാഷ്ട്ര തലത്തിൽ അതിനെന്താണ് അംഗീകൃതമായ മാർക്കറ്റിൽ എത്തുന്ന ഒരു ഉൽപ്പന്നമാണത്. അപ്പോൾ ആ സിഗാർ വലിക്കുന്ന ഇദ്ദേഹം എന്താണ് പുതിയ തലമുറയ്ക്ക് മുമ്പിൽ ഇയാളൊരു മയക്കുമരുന്ന് ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ ആഗോളതലത്തിൽ ഈ ഡ്രഗ് ട്രാഫിക്കിങ്ങിൻ്റെയും ഇത്തരം മയക്കുമരുന്ന് കാർട്ടലുകളുടെയും ഒക്കെ തന്നെ പിറകിൽ അമേരിക്കൻ താല്പര്യങ്ങളാണ്. അവരുടെ രഹസ്യാന്വേഷണപരവും സൈനികവും ഒക്കെ ആയിട്ടുള്ള താല്പര്യങ്ങളുമായി ചേർന്നാണ് ഇതെല്ലാം ലോകത്ത് ഇന്ന് നിലനിൽക്കുന്നത് എന്ന ഒരു വലിയ സത്യത്തെ മറച്ചുവെക്കാനായിട്ട് മഹാനായ ചെഗുവേരയെപ്പോലുള്ള ഒരു വിപ്ലവകാരിയെ ഇങ്ങനെ ഡ്രഗ് അഡിക്റ്റ് ആക്കുന്നത് വളരെ അപമാനകരമാണ്, മാപ്പർഹിക്കാത്ത കുറ്റമാണെന്ന് തന്നെ പറയേണ്ടി വരും.